ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 6 മന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ 6 മന്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് എൻ്റെ ഫേസിലും ബോഡിയിലും ഒക്കെ വന്നിട്ടുള്ളത്, നോർമൽ ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് 2-3 പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. സോ നമുക്കതിലോട്ട് കിടക്കാം. ഓക്കെ. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള മാറ്റമൊന്നുമില്ല. ഇപ്പം ആഫ്റ്റർ 6 മന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 3 മാസമൊന്നും എനിക്ക് മുടി പൊഴിച്ചിലെന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു. മുമ്പായാലും എനിക്കങ്ങനെ മുടി പൊഴിച്ചിലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞ് 3.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഹെയർ നന്നായിട്ട് പൊഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് കൊണ്ട് കുറച്ചധികം വണ്ടിയുടെ പോകുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ വീഡിയോ. ഓക്കെ. അങ്ങനെ എന്താണ്, അപ്പം ഹെയർ എന്ന് ഇങ്ങനെ മുടി പൊക്കിക്കൊണ്ടേ ഇരിക്കുന്നു. നോർമലി ഞാൻ ഹെയർ കെട്ടുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ഹെയർ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പേടിച്ചു പോയി. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തും അതുപോലെ തന്നെ 2-3 ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അടുത്തൊക്കെ ഞാനൊന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇങ്ങനെ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഇങ്ങനെ വരുന്നതാണ്, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പോയാലും വരും. അപ്പോൾ അതാ എൻ്റെ ഈ ഫ്രണ്ട് ഈ ഒരു ഏരിയ മൊത്തത്തിൽ പോയായിരുന്നു കേട്ടോ. മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ട് നമുക്ക് കഷണ്ടി ആവും പോലെ തോന്നിയായിരുന്നു. അപ്പം ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഹെയർ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 6 മാസമായി. ഒരു 6 മാസം ഇപ്പം മുടി പൊഴിച്ചിലില്ല എന്നല്ല, മുമ്പത്തേനേയും കാട്ടി കുറഞ്ഞു. ഇപ്പം എന്താ നല്ല ഗ്രോത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹെയറിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഇല്ലേ, നമ്മുടെ അയണും കാൽസ്യം. പക്ഷേ ഞാൻ അയൺ കഴിക്കുന്നില്ല, പകരം അയൺ കണ്ടൻറ്റുള്ള ഫുഡ്സ് അതുപോലെ തന്നെ സപ്ലിമെൻറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ഏത് സപ്ലിമെൻറ്റാണ്? അയണിൻ്റെ സപ്ലിമെൻ്റ് അല്ല, അയൺ വരുന്ന രീതിയിലുള്ള വേറെ സപ്ലിമെൻറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ കാൽസ്യം മസ്റ്റാണ് കേട്ടോ. നമുക്കിപ്പോൾ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് കാൽസ്യം ടാബ്ലറ്റ് നമ്മൾ മസ്റ്റായിട്ട് കഴിച്ചേ പറ്റും. നമ്മളിപ്പോൾ ഡെലിവറി ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ മാത്രം നമ്മളിപ്പം എന്താണ് ഈ ടാബ്ലറ്റ് എല്ലാം എടുക്കും. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ മീൻസ് മിക്ക വുമൺസും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാൽസ്യം കൂടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആ ഒരു കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചേ പറ്റും. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് ഡോക്ടർ തന്നിട്ടുള്ള ആ ഒരു ടാബ്ലറ്റ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ 1 വയസ്സ് വരെ കഴിച്ചിട്ട്, മോൾക്ക് 1 വയസ്സ് വരെ കഴിച്ചതിന് ശേഷം പിന്നെ ഇടവിട്ട് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 1 മാസത്തിലൊന്നോ അങ്ങനെയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കാൽസ്യം ടാബ്ലറ്റ് എടുത്തേ പറ്റും എല്ലാവരും. അപ്പോൾ നമ്മൾ കാൽസ്യം ടാബ്ലറ്റ് മസ്റ്റായിട്ട് എടുത്തേ പറ്റൂ. പിന്നെ അതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഫേസ് ഫാറ്റ് ഇതുവരെയും കുറഞ്ഞിട്ടില്ല. ഞാൻ ബേബിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ഫീഡ് ചെയ്യാനുള്ള ഫുഡും പ്രോട്ടീൻ ഐറ്റംസും ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ നോസ് ഇപ്പോഴും അതിൻ്റെ ഫാറ്റ് കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് ഡബിൾ ചിന്ന് വന്നു. അതുപോലെ തന്നെ ഫേസ് ഫാറ്റ്, ബോഡി ഫാറ്റൊക്കെ വന്നു. അപ്പം അത്യാവശ്യം ഞാനിപ്പം വെയിറ്റ് ഗെയിനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിലും പോകുന്നുണ്ട്. അപ്പോൾ 5 ദിവസം പോയാൽ 2 ദിവസം പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മസ്റ്റായിട്ട് എനിക്കൊന്ന് എല്ലാ ദിവസവും പോകണം. ആ ഒരു തീരുമാനത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്തു. അപ്പം ഫുഡ് അങ്ങനെ ഒരുപാട് കഴിക്കുന്നില്ല, പ്രോട്ടീൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈറോയിഡിൻ്റെ T4 T3 ആ ഒരു ടൈപ്പ് മൊത്തത്തിൽ ഞാൻ ചെയ്തു. പിന്നെ ഷുഗർ ചെയ്തു. അപ്പോൾ ഇതൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. പിന്നെ വണ്ണം വെക്കുന്നത്, നോർമലി ഭയങ്കര ഓവർ വണ്ണം എന്നല്ല, നോർമലി ഞാൻ ഉണങ്ങാനുള്ള ഒരു ടൈമാണ്. അപ്പം എല്ലാവരും പറഞ്ഞു കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങും, ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ടല്ലേ, ബേബി ഫീഡ് ചെയ്യുന്നത് കൊണ്ടല്ലേ എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ വെയിറ്റ് ഗെയിനിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിലും എനിക്ക് പോകണം. അതുപോലെ തന്നെ പ്രോട്ടീൻ ഫുഡ് മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം, എല്ലാ വുമൺസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോട്ടീൻ ഫുഡ് മസ്റ്റായിട്ട് കഴിക്കണം. കാര്യം പ്രോട്ടീനിലാണ് നമ്മുടെ ബോഡി കൂടുതൽ റിക്കവർ ചെയ്യാനായിട്ട് അതിനെ സഹായിക്കുന്നത്. അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു കണ്ടൻസ് എല്ലാം നമ്മുടെ പ്രോട്ടീൻ ഫുഡിലാണ്. അതുകൊണ്ട് എല്ലാ വുമൺസും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എല്ലാവരും മസ്റ്റായിട്ട് പ്രോട്ടീൻ ഫുഡ്സ് എടുക്കണം. നമ്മുടെ ചിക്കൻ, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളെല്ലാം കഴിക്കണം. അതുപോലെ നട്ട്സ് കാര്യങ്ങൾ. പിന്നെ ഈ സപ്ലിമെൻറ്റ് മസ്റ്റായിട്ട് നമ്മൾ കഴിക്കേണ്ടത് കാൽസ്യമാണ്, അതും കഴിക്കണം. അത് നമുക്ക് പിന്നീട് ഫ്യൂച്ചറിലാണ് അതിൻ്റെ ആ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴേ സപ്ലിമെൻറ്റ്സ് എടുത്താൽ നമുക്ക് പിന്നീട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ 2 കാര്യങ്ങളാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് എടുക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് മാത്രം കഴിക്കുക. അതിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാം. അതുപോലെ തന്നെ വെയിറ്റ് കൂട്ടണം എന്നുള്ളവർക്ക് വെയിറ്റ് ഗെയിനും ചെയ്യാം.
സോ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ലൈവ് ഇടുന്നുണ്ട്. എന്താണ്, ഒരു 6 മണി തൊട്ട് 8 മണി വരെ, അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ആ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ ഇടുന്നത്. ഒരു 8 മണി, ഒരു 9 മണി വരെയാണ് ലൈവ് ഉള്ളത്. അപ്പോൾ ലൈവിലൊക്കെ കയറുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈവിൽ കയറുക. അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ, അതായത് ഇപ്പം ഞാൻ മേക്കപ്പ് ഫീൽഡിലാണ്, അപ്പോൾ മേക്കപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി മെസ്സേജ്. അപ്പോൾ എൻ്റെ ഇവിടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.